കടയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിന്റെ സബ്സിഡറി സ്ഥാപനമായ കടയ്ക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി പ്രവർത്തനം ആരംഭിച്ചിട്ട് ജൂൺ 1-ന് ഒരു വർഷം തികയുകയാണ്. ഇതിന്റെ ആഘോഷ പരിപാടികൾ ജൂൺ 10-ാം തീയതി ഹോസ്പിറ്റൽ അങ്കണത്തിൽ വെച്ച് നടക്കും. ഇതിന്റെ ഉദ്ഘാടനം സാംസ്കാരിക സഹകരണ വകുപ്പ് മന്ത്രി വി.എൻ. വാസവനാണ് നിർവഹിക്കുന്നത്. ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ. ചിഞ്ചുറാണി അധ്യക്ഷം വഹിക്കും. മൈക്രോ ബയോളജി ലാബിന്റെ ഉദ്ഘാടനം ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാലൻ നിർവഹിക്കും. ഇന്ന് ഹോസ്പിറ്റൽ അങ്കണത്തിൽ വെച്ച് നടന്ന പ്രസ് മീറ്റിൽ ഹോസ്പിറ്റൽ ചെയർമാൻ കൂടിയായ എസ്. വിക്രമൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ് ഇക്കാര്യങ്ങൾ. പ്രഭാഷണമൊക്കെ നടത്താൻ പോകുന്നു ആരാണ് ഡോക്ടർ പ്രഭാഷ്. അദ്ദേഹം ആണ് വിഷയം അവതരിപ്പിക്കുന്നത്. പിന്നെ മുൻ BSc ചെയർമാൻ ഗംഗാരക്കുറുപ്പ് സാറും മറ്റേ NS ഹോസ്പിറ്റലിലെ വൈസ് പ്രസിഡന്റ് മാധവപിള്ള സാറും ഒക്കെ ചർച്ച നയിക്കുന്നത്. അപ്പോൾ രാവിലത്തെ സെഷൻ 12 മണി തീർന്നതിനായി പിന്നെ ജീവനക്കാരുടെയും കുടുംബശ്രീക്കാരുടെയും കലാപരിപാടികളാണ്. അത് കഴിഞ്ഞ് ഉച്ചഭക്ഷണം, അത് കഴിഞ്ഞ് 2-2:30 മണിക്ക് ശേഷം ഉദ്ഘാടന സമ്മേളനമാണ്. ഉദ്ഘാടന സമ്മേളനത്തിൽ 3 മിനിസ്റ്റേഴ്സാണ് വരുന്നത്. നമ്മുടെ മിനിസ്റ്റർ പിന്നെ സഹവ് ചിഞ്ചുറാണി, നമ്മുടെ വകുപ്പിൻ്റെ മിനിസ്റ്റർ സഹകരണ വകുപ്പിൻ്റെ മിനിസ്റ്റർ സഹവ് V.N. വാസവൻ, പിന്നെ മൈക്രോബയോളജി ലാബ് ഉദ്ഘാടനം ചെയ്ത സഹവ് K.N. ബാലഗോപാൽ. ഇവർ 3 പേരും ചടങ്ങിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന വിവിധ മേഖലകളിലെ നേതാക്കളും അതുപോലെ തന്നെ പിന്നെ ജനപ്രിയമൊക്കെയുള്ള ടീമാണ് നമ്മുടെ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും കലാപരിപാടികളും അതിനുശേഷം സന്ധ്യയ്ക്ക് 6:00-ക്ക് ശേഷം മ്യൂസിക്കൽ നൈറ്റ്. ഇപ്പോൾ കേരളത്തിൽ കുറേ എല്ലാം പ്രചാരം വന്ന 2 കുട്ടികളാണ്, ഈ ഋതുരാജും മിയക്കുട്ടി. അപ്പോൾ ഇവർ നല്ല ടീമാണെന്നൊക്കെ 2-3 പരിപാടികളായി ാണ് നടന്നത്. ഒന്ന് രാവിലെ 10 മണിക്ക് സെമിനാറാണ്. സെമിനാർ നമ്മുടെ ഇന്നത്തെ നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ നിരവധി പിന്നെ സാമൂഹ്യ ആരോഗ്യ പരിചരണവുമായി ബന്ധപ്പെട്ട കുറേയധികം ചലഞ്ചസ് നമ്മൾ നേരിടുന്നുണ്ട്. ഇപ്പോൾ തന്നെ നിപ്പ വന്നു, പിന്നെ അതുപോലെ തന്നെ മറ്റേ കോവിഡ് വന്നു. നിപ്പ വന്നതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് കോഴിക്കോട് അതിനുവേണ്ടി പ്രത്യേക ലാബ് കേരള ഗവൺമെൻറ് അതിനുവേണ്ടി സ്ഥാപിക്കുകയാണ്. എന്ന് പറയുമ്പോൾ അതൊരു വലിയ പിന്നെ സാമൂഹ്യ പ്രശ്നമായി മാറിയിട്ടുണ്ട് എന്നുള്ള ബോധ്യത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരിടുന്ന ഈ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്തിൻ്റെ പിന്നെ മേഖലയിൽ നമ്മൾ നേരിടുന്ന പുതിയ ചലഞ്ചസ്, നമ്മൾ അതിൽ നടത്തുന്ന ഇടപെടലും എത്രത്തോളം ചെയ്യാൻ കഴിയും എന്നൊരു വിഷയമാണ് നമ്മൾ സെമിനാറിൻ്റെ സബ്ജക്റ്റായി എടുത്തിരിക്കുന്നത്. അത് ആ വിഷയം അവതരിപ്പിക്കുന്നത് നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടർ അനീഷ്, അദ്ദേഹം നമ്മുടെ നാട്ടുകാരനാണെന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ അവിടെ പെരിന്തൽമണ്ണ ആശുപത്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. അല്ല, ഇപ്പോൾ അദ്ദേഹം സർക്കാരിൻ്റെ ഈ നിപ്പ കേന്ദ്രത്തിലേക്കുള്ള കോർഡിനേറ്റർ അദ്ദേഹത്തെ നിയമിച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം വയനാക്കാൻ അനീസ് നമ്മുടെ ബുഹാരിയുടെ മകനാണ്. കടക്കിലത്തെ നമ്മുടെ വ്യാപാരി ബുഹാരിയുടെ മകനാണ്. പിന്നൊരു ഡോക്ടർ നമ്മുടെ ഇപ്പം ഇറങ്ങിയ ഒരു ജസീർ നമ്മുടെ ചിങ്ങേരി നിവാസിയാണ്. പിന്നെ ആരുടെമ പിന്നെ വിദേശത്ത് പോകാൻ വേണ്ടി ഇപ്പം പിന്നെ ഞാൻ ലീവ് ചെയ്തു. രായദാസിൻ്റെ അനിയൻ്റെ മകള് അരുണിമ, അവൾക്ക് വിദേശത്ത് അമ്മയോടൊപ്പം പോകണമെന്ന് പറഞ്ഞാൽ ലീവ് ചെയ്തു.